വാർത്തകൾ തുടരുന്നു. ഫ്രാൻസിലെ കലേസ് അഭയാർത്ഥി ക്യാമ്പിൽ തീയിട്ടു. 1000-ലധികം ടെന്റുകളാണ് കത്തി നശിച്ചത്. പ്രതിഷേധവുമായി അഭയാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വടക്കൻ ഫ്രഞ്ച് പ്രദേശമായ കാലയിൽ 7000-ഓളം കുടിയേറ്റക്കാർ താമസിക്കുന്ന ക്യാമ്പാണ് തീയിട്ട് നശിപ്പിച്ചത്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. സംഭവത്തിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന കാലൈ ജംഗിളിലെ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായത്. 4000-ഓളം പേരെ വിവിധയിടങ്ങളിലേക്ക് മാറ്റി. സുരക്ഷ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെ ക്യാമ്പിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ജംഗിൾ ക്യാമ്പ് എന്നറിയപ്പെടുന്ന ഇവിടെ നിന്ന് 2318 അഭയാർത്ഥികളെ ഒഴിപ്പിച്ചതായി അധികൃതർ അറിയിച്ചിരുന്നു. 7000-ഓളം വരുന്ന അഭയാർത്ഥികളെ പുറത്താക്കി ക്യാമ്പ് പൊളിച്ചു മാറ്റാനാണ് ഫ്രഞ്ച് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ അഭയാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായതിനാൽ ക്യാമ്പ് പൊളിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത്. ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന അഭയാർത്ഥികളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പുകളിലേക്കാണ് മാറ്റുന്നത്. അഭയാർത്ഥികൾ സമാധാനപരമായി ഒഴിപ്പിക്കലിന് സന്നദ്ധമായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് തീപിടുത്തം. പശ്ചിമേഷ്യയിൽ നിന്നും മറ്റും ഫ്രാൻസിലെത്തുന്ന അഭയാർത്ഥികൾ ബ്രിട്ടനിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് കലൈസിൽ തമ്പടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗർഷോം. അഫ്ഗാൻ അഭയാർത്ഥികളുടെ സഹനത്തിന്റെ പ്രതീകമായി 1985-ൽ നാഷണൽ ജിയോഗ്രഫി മാസികയുടെ കവർ ചിത്രമായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പച്ചക്കണ്ണുള്ള പെൺകുട്ടി ഷർബത്ത് ഗുല പാകിസ്ഥാനിൽ അറസ്റ്റിലായി. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി അനധികൃതമായി താമസിച്ചു എന്നതാണ് കുറ്റം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരുന്ന സമയം അഫ്ഗാൻ സന്ദർശിച്ച നാഷണൽ ജിയോഗ്രാഫിക് ഫോട്ടോഗ്രാഫർ സ്റ്റീവ് മക്കറിയാണ് ഷർബത്ത് ബീബിയുടെ പ്രശസ്തമായ ചിത്രം പകർത്തിയത്. തിളങ്ങുന്ന കണ്ണുകളുള്ള അഫ്ഗാൻ പെൺകുട്ടി എന്ന പേരിലാണ് ചിത്രം പ്രചരിച്ചത്. എന്നാൽ അത് തിളങ്ങുന്ന കണ്ണുകളല്ലെന്നും ദാരിദ്ര്യവും പീഡനങ്ങളും തുടർക്കഥയായ അഫ്ഗാൻ ജനതയുടെ രോഷമാണ് ആ പെൺകുട്ടിയുടെ കണ്ണുകളിലൂടെ ലോകം കണ്ടതെന്നും മറ്റും വ്യാഖ്യാനങ്ങളുണ്ടായി. അറസ്റ്റിലായ ഷർബത്ത് ബീബിയുടെ കയ്യിൽ പാകിസ്ഥാന്റെയും അഫ്ഗാന്റെയും തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ പീനൽ കോഡിലെ സെക്ഷൻ 419, 420 വകുപ്പുകൾ പ്രകാരവും അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 52 പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1984-ൽ പെഷവറിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് സ്റ്റീവ് മക്കറി ഷർബത്ത് ബീബിയുടെ ചിത്രമെടുത്തത്. 1985 ജൂണിൽ ഈ ചിത്രം നാഷണൽ ജിയോഗ്രാഫിക് മാഗസിന്റെ മുഖചിത്രമായി അച്ചടിച്ചു വന്നതോടെ ഇവർ ലോക പ്രശസ്തയാവുകയായിരുന്നു. അന്ന് ഇവരുടെ പ്രായം 12 വയസ്സ് മാത്രമായിരുന്നു. ബീബിയുടെ തിളങ്ങുന്ന കണ്ണുകളാണ് ഏറെ ചർച്ചയായത്. ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളുടെ തീവ്രതയും ദൈന്യവുമെല്ലാം കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് ഷർബത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി അഫ്ഗാൻ യുദ്ധത്തിലെ മോണാലിസ എന്ന പേരിൽ നാഷണൽ ജിയോഗ്രാഫിക് ഒരു ഡോക്യുമെന്ററിയും നിർമ്മിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഗർഷോം. സിറിയയിലെ അലപ്പോയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ UN മനുഷ്യാവകാശ കൗൺസിലിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള നിരവധി സംഘടനകളാണ് റഷ്യക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 80ഓളം മനുഷ്യാവകാശ സംഘടനകളാണ് റഷ്യക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനൊപ്പം കെയർ ഇന്റർനാഷണലും റെഫ്യൂജീസ് ഇന്റർനാഷണലും രാജ്യത്തിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിലിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജനീവയിലെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് റഷ്യയുടെ നോമിനി ഇല്ലാതെ പൂർണ്ണമായും പുറത്താക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. സിറിയയിൽ നിരപരാധികളായ സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന ഭരണകക്ഷിയുടെ സൈനിക സന്നാഹങ്ങൾക്ക് റഷ്യ പിന്തുണ നൽകുന്നത് ചോദ്യം ചെയ്യണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ഇവർ അറിയിച്ചു. അനധികൃത ആക്രമണങ്ങൾക്ക് പ്രത്യക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന റഷ്യയ്ക്ക് കൗൺസിലിൽ തുടരാൻ ധാർമ്മികാവകാശമില്ലെന്നും മനുഷ്യാവകാശ സംഘടനകൾ വാദിച്ചു. 47 രാജ്യങ്ങളുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലിൽ 17 സീറ്റുകളിലേക്ക് വെള്ളിയാഴ്ച UN ജനറൽ അസംബ്ലിയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ റഷ്യയെ ഉൾപ്പെടുത്തരുതെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ വടക്കൻ കൊറിയയുടെ മനുഷ്യാവകാശ ലംഘനം കൗൺസിൽ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി കണ്ടെത്തുകയും രാജ്യത്തെ അന്താരാഷ്ട്ര യുദ്ധ കോടതിയിൽ വിചാരണ ചെയ്യുകയും ചെയ്തിരുന്നു. കിഴക്കൻ യൂറോപ്പിനെ പ്രതിനിധാനം ചെയ്ത് റഷ്യ, ഹംഗറി, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് 2 സീറ്റാണ് കൗൺസിലിലുള്ളത്. ന്യൂസ് ഡെസ്ക് ഗർഷോം. ഇനി റീജിയണൽ ന്യൂസ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വീണ്ടും UK-യിലെത്തുന്നു. നവംബർ 3 പ്രിസ്റ്റണിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ ശ്രാമ്പിക്കൽ പിതാവിനോടൊപ്പം മാർ ജോർജ് ആലഞ്ചേരി വിശുദ്ധ കുർബാന അർപ്പിക്കും. നവംബർ 3 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തുന്ന സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആതിഥേയ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവും വികാരി ജനറൽ റവറന്റ് ഡോക്ടർ മാത്യു ചൂരപ്പൊയ്കയിലും
നിരവധി വൈദികരും അൽമായരും ചേർന്ന് സ്വീകരിക്കും. നവംബർ 3 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് സെന്റ് അൽഫോൺസ കത്തീഡ്രലിൽ എത്തിച്ചേരുന്ന വലിയ പിതാവിന് കത്തീഡ്രൽ വികാരി കൂടിയായ ചൂരപ്പൊയ്കയിൽ അച്ഛൻ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കും. തുടർന്ന് ആലഞ്ചേരി പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതാണ്. ജോസഫ് ശ്രാമ്പിക്കൽ പിതാവ് ദിവ്യബലിയും പ്രാർത്ഥനകളിലും സഹകാർമ്മികത്വം വഹിക്കും. നിരവധി വൈദികരും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാർ ആലഞ്ചേരി പിതാവ് സഭാമക്കളുമായി സംസാരിക്കും. രൂപത നേടിയെടുക്കുന്നതിൽ എല്ലാവരും ഒരുമയോടെ കാണിച്ച പരിശ്രമങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനും മെത്രാഭിഷേകവും രൂപതയുടെ ഉദ്ഘാടനവും കത്തീഡ്രൽ കൂദാശ കർമ്മങ്ങളും വലിയ വിജയമാക്കുന്നതിലും സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനവും കടപ്പാടും അറിയിക്കുന്നതിനും നവരൂപതയുടെ വളർച്ചയ്ക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളും പ്രോത്സാഹനവും അഭ്യർത്ഥിക്കുവാനുമായാണ് മുഖ്യമായും മാർ ആലഞ്ചേരി പിതാവ് ഈ അജപാലന സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗർഷാം. ഇനിയൊരു ഇടവേള.